ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ടാണ് എങ്ങനെ നമുക്ക് കേക്കിൽ പ്രോപ്പറായിട്ട് ഐസിങ് ചെയ്യാന്നുള്ളത്. അപ്പോൾ കേക്കിൽ ഐസിങ് എങ്ങനെ ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് ക്രീമിനെ വിപ്പ് ചെയ്യാം, പ്രോപ്പറായിട്ട് വിപ്പ് ചെയ്യാം. പിന്നെ അതുകൂടാതെ 2 ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഹാൻഡ് മിക്സറും സ്റ്റാൻഡ് മിക്സറും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും പ്രൊസീജിയർ സെയിം തന്നെയാണ്. ഹാൻഡ് മിക്സറിൽ നമ്മൾ തന്നെ പണിയെടുക്കണം, സ്റ്റാൻഡ് മിക്സറിൽ അതിൻ്റെ പണി അത് തന്നെ ചെയ്തോളും. രണ്ടിൻ്റെയും പ്രൊസീജിയർ സെയിം തന്നെയാണ് കേട്ടോ. ക്രീം വിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാജുവലി വേണം സ്പീഡ് ഇൻക്രീസ് ആക്കാനായിട്ട്. ആദ്യമേ സ്പീഡ് കുറച്ചിട്ട് പിന്നെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടിരിക്കണം. അല്ലാതെ ഒറ്റയടിക്ക് കൊണ്ട് നമ്മൾ ഏറ്റവും കൂടിയ സ്പീഡ്, അതായത് എനിക്കൊന്ന് 6 തോന്നുന്നു, ആ 6 കൊണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്രീം പ്രോപ്പറായിട്ട് വിപ്പ് ചെയ്ത് കിട്ടത്തില്ല. അതാണൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്രീം വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്രോപ്പറായിട്ട് വിപ്പായെന്ന് അറിയാനായിട്ട് ആ ബ്ലേഡ് ഒന്ന് പൊക്കി നോക്കുക. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത് താഴത്തോട്ട് പോകാതെ അകത്ത് സ്റ്റിക്കായിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പ്രോപ്പറായിട്ട് വിപ്പ് ചെയ്തെന്നുള്ളതാണ്. ഞാനിന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എൽമിലിയയുടെ ഡബിൾ ക്രീമാണ്. ഇതിന് മധുരമില്ല, സോ നമ്മൾ മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. സോ പ്രത്യേകം ശ്രദ്ധിക്കണം, ഐസിങ് ഷുഗർ തന്നെ ആഡ് ചെയ്യണം. പൊടിച്ച പഞ്ചസാര ഒരിക്കലും ആഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്സ്ചറൊന്നും ആ ഒരു ക്രീമിന് കിട്ടത്തില്ല. കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് പീച്ച് കളറായിരുന്നു. ഞങ്ങളൊരു ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് വന്നു, കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു, ഐസിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കളറെടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി പാളി, എൻ്റെ കയ്യിൽ പീച്ച് കളർ തീർന്നിരിക്കുന്നു. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഫസ്റ്റ് ടിപ്പ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പീച്ച് കളർ തീർന്നു പോയെന്ന് വെച്ചോ, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 ഡ്രോപ്പ് റെഡും 2 ഡ്രോപ്പ് യെല്ലോയും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് പീച്ച് കളർ കിട്ടും. സോ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ടിപ്പ്. ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കപ്പ് കേക്കിൽ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നൂറിൻ്റെ N1 നോസിലാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പൗച്ച് നമുക്ക് ആമസോണിലും എല്ലാം ഷോപ്പിലും ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്യുക, അതിനകത്ത് നോസിൽസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ക്രീം നിറയ്ക്കുക. എന്നിട്ട് ആദ്യമേ ക്രീം നിറച്ച പൗച്ച് വെർട്ടിക്കലായിട്ട് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ആ കേക്കിൻ്റെ പുറത്തോട്ട് പ്രസ് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അങ്ങ് വട്ടത്തിലങ്ങ് റൗണ്ടാക്കി അങ്ങ് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു റോസിൻ്റെ ഷേപ്പ് കിട്ടും. പിന്നെ ഇഷ്ടമുള്ള ഷുഗർ ബോൾസൊക്കെ അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നെപ്പോലുള്ള ബിഗിനേഴ്സിന് കുറച്ചെങ്കിലും ഈ ടിപ്സൊക്കെ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ടിപ്പുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ബൈ.